ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുലിന് അല്പമെങ്കിലും ആശ്വാസം പകരുന്ന വിധത്തിൽ രംഗത്തെത്തിയ ഒരേയൊരു കോൺഗ്രസ് നേതാവേ ഉള്ളൂ, അത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യർ അങ്ങനെ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായി BJP നേതാക്കളെ സംശയമുണ്ട് ഇക്കാര്യത്തിൽ എന്നതുകൊണ്ടാണ്. അതായത് പാലക്കാട് BJP ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവനും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച് ഓഡിയോ പുറത്തുവിട്ട ഒരാളും തമ്മിൽ ബന്ധങ്ങളുണ്ട്, അവർ തമ്മിൽ പരിചയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തട്ടിക്കൂട്ടിയ ചില ഓഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സന്ദീപ് വാര്യർ ആരോപിച്ചത്. അതോടൊപ്പം ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടി പ്രശാന്ത് ശിവനെതിരെ സന്ദീപ് ഉന്നയിച്ചിട്ടുണ്ട്. സന്ദീപിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ വീഡിയോ 2-3 തവണ കണ്ടു നോക്കിയപ്പോഴാണ് ഒരു ഗുരുതരമായ മറ്റൊരു ആരോപണം അതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നെനിക്ക് മനസ്സിലായത്. നമുക്ക് ആ സന്ദീപിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം. മറ്റൊന്ന്, ഇന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരു ശബ്ദരേഖ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും BJPയുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന നടന്നതായിട്ട് ന്യായമായും സംശയിക്കേണ്ടി വരും. കാരണം BJPയുടെ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചത്. ആ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിക്ക് BJPയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, BJPയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടും നേരത്തെ അദ്ദേഹത്തിന് യുവമോർച്ചയിലുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ത് സ്വഭാവ സവിശേഷതയുടെ പേരിലാണ് കുറച്ചു കാലം മാറ്റി നിർത്തിയതെന്ന് കൂടി അന്വേഷിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംശയം കൂടുന്നതാണ്. മാത്രമല്ല, തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്നൊക്കെ ഇദ്ദേഹം ചില ആളുകൾക്ക് മെസ്സേജ് അയച്ചത്, BJPയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് മെസ്സേജ് അയച്ചത് അത് ആർക്കായിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്താണെന്നുള്ളത് പാലക്കാട്ടെ ആളുകൾക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ആ രീതിയിലും ഉണ്ടാകേണ്ടി വരും. എന്തായാലും ഞാനൊന്ന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത് സംശയിക്കാൻ കാരണം BJPയുടെ ജില്ലാ പ്രസിഡന്റുമായി ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്ക് ബന്ധമുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, BJPയുടെ ജില്ലാ പ്രസിഡന്റിനുള്ള സ്വഭാവ സവിശേഷതയാണ്. അദ്ദേഹം യുവമോർച്ചയിലുണ്ടാകുന്ന സമയത്ത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്, എന്തിൻ്റെ പേരിലാണ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാറ്റി നിർത്തിയത്, ഇതൊക്കെ അന്വേഷിക്കട്ടെ. നോക്കുക, യുവമോർച്ചയിൽ ഉണ്ടായിരുന്ന സമയത്ത് യുവമോർച്ചയിലെ ചെറുപ്പക്കാരനായ ഒരു യുവാവുമായി BJPയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷിക്കട്ടെ, അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരും, നിങ്ങൾ അന്വേഷിക്കൂ എന്നൊക്കെ സന്ദീപ് വാര്യർ പറയുമ്പോൾ, അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പറയുമ്പോൾ അത് ഒരു എട്ടിൻ്റെ പണിയാണ് എന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് യുവമോർച്ചയിലായിരുന്ന സമയത്ത് BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന പാലക്കാട് ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള പ്രശാന്ത് ശിവൻ എന്തോ ഒരു പണി അവിടെ ഒരു യുവാവുമായി ബന്ധപ്പെട്ട് ഒപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ സ്വാഭാവികമായും അന്ന് BJPയിൽ ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർക്ക് അറിയുന്നുണ്ടാകും. ആ കഥകൾ, അതിൻ്റെ തെളിവുകൾ വൈകാതെ പുറത്തു വരും എന്നാണ് സന്ദീപ് നൽകിയതിൻ്റെ സൂചന. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളഞ്ഞിട്ടടിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരിൽ പ്രധാനിയാണ് BJPയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അവിടെ BJPയും കോൺഗ്രസും തമ്മിൽ വലിയ വാക്കേറ്റവും രൂക്ഷമായ തർക്കങ്ങളും ഉണ്ടായ സമയത്ത് കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതടക്കമുള്ള ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് പ്രശാന്ത് ശിവൻ. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിലൊക്കെ അതിതീവ്രമായി സംസാരിക്കുകയും കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന ശൈലിയിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ വല്ലാത്ത രീതിയിൽ അധിക്ഷേപിക്കുന്ന ശൈലിയിലൊക്കെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളയാളാണ് പ്രശാന്ത് ശിവൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് BJP എറിഞ്ഞു തോറ്റപ്പോൾ അതിൽ വൈകാരികമായി നല്ല വിഷമം ഈ പ്രശാന്ത് ശിവൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അടിക്കാൻ ഒരു വടി കിട്ടിയപ്പോൾ അതെടുത്തുകൊണ്ട് പ്രശാന്ത് ശിവൻ വല്ലാതെ അങ്ങ് ആഘോഷിച്ചത്. പക്ഷേ അവിടുന്ന് ഇവിടുന്ന് വരുന്ന ചില ഓഡിയോ ക്ലിപ്പുകൾ അത് പ്രശാന്ത് ശിവനും കൂടി അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയതാണ് എന്ന സൂചനയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിനു പിന്നിൽ ആസൂത്രിതമായൊരു ഗൂഢാലോചനയുണ്ട്, അത് BJPയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതാണ് എന്ന് സന്ദീപ് വാര്യർ പറയുമ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പ്രശാന്ത് ശിവനുമായി സംസാരിച്ചു ഞാൻ, ഇക്കാര്യങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ച ശേഷമാണ് ഞാൻ മാധ്യമങ്ങളെ കാണുന്നത് എന്ന് ഈ ഓഡിയോ പുറത്തുവിട്ടയാൾ അന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് സന്ദീപ് വാര്യർ ചൂണ്ടിക്കാണിച്ചു.
അപ്പോൾ അങ്ങനെ ഒരു സംസാരം നടന്നതിന് ശേഷം എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് ആണ് എൻ്റെ ടേക്ക് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും അതിൽ BJPയെ സംശയിക്കാൻ പഴുതുകളുണ്ട്. ആ പഴുത് ഫലപ്രദമായി സന്ദീപ് വാര്യരെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. പക്ഷേ മറ്റൊരു നേതാക്കളും ഈ വിധത്തിൽ രംഗത്ത് വന്നിട്ടില്ല. അത് വരാത്തത് എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത് കോൺഗ്രസിനെ കൂടി വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ വ്യക്തിപരമായ പ്രതിച്ഛായ നോക്കി നടന്നാൽ അത് പാർട്ടിയുടെ തകർച്ചയിലേക്ക് നയിക്കുകയുള്ളൂ. ഇപ്പൊ VD സതീശൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, ഉമാ തോമസ് തുടങ്ങി പലരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുന്നുണ്ട്, രാജിവെപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. പക്ഷേ അവരൊക്കെ അങ്ങനെ പറയാനുള്ള കാരണം അവരുടെ വ്യക്തിപരമായ പ്രതിച്ഛായ നോക്കിക്കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും സംശയം ഉയർത്തിയാൽ അത് ഇവരെ കൂടി ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിന് കാരണമാകുമോ എന്ന ഭയം ഈ നേതാക്കൾക്കൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങാൻ സീറ്റ് കിട്ടാതെ വന്നാലോ, എങ്ങാൻ ജയിക്കാതെ പോയാലോ എന്ന പേടിയാണ് ഇവർക്ക്. പക്ഷേ അങ്ങനെ അവർ രാഹുലിനെ കൈയൊഴിയുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് പാർട്ടിയുടെ തകർച്ചയാണ്. കോൺഗ്രസിനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ്. ഒരു വശത്ത് CPM-ഉം ഒരു വശത്ത് BJPയും. ഏതാണ്ട് ഒരേപോലെ ഇരുവരും കോൺഗ്രസ് പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കുകയാണ്. നേതാക്കൾ രാഹുലിന് കവചം ഒരുക്കാതെ നിൽക്കുമ്പോൾ അണികൾക്കിടയിൽ, അനുഭാവികൾക്കിടെ ഇടയിൽ വലിയ ദേഷ്യമുണ്ട്, വലിയ രോഷമുണ്ട്. അതവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോയ്ക്കടിയിലുള്ള കമൻറ്റ് ബോക്സിൽ കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ അണികൾ വന്നിട്ട് പറയുന്നത് നേതാക്കൾ ചെയ്തത് ശരിയായില്ല, ഒരു സംശയമെങ്കിലും ഉന്നയിക്കാമായിരുന്നു. സംഘടനാ തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു, നല്ല കാര്യം. പക്ഷേ MLA സ്ഥാനം കൂടി രാജിവെച്ച് പ്രാഥമിക അംഗത്വത്തിൽ നിന്നുകൂടി പുറത്താക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണമോ കോടതി വിധിയോ പോലീസ് നടപടിയോ ഉണ്ടായിട്ട് പോരെ എന്നുള്ളതാണ് സാധാരണക്കാരായ അണികളുടെയും പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒക്കെ ചോദ്യം. അതിലൊരു ശരിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയൊക്കെയാണ്. ഇതിനു മുമ്പ് പല പാർട്ടിയിലെ നേതാക്കൾക്കെതിരെയും ഇത്തരം ആരോപണം വന്നപ്പോൾ തീവ്രത അളക്കുന്ന മെഷീൻ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. ഈ പാലക്കാടുള്ള കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJPയുടെ തോറ്റമ്പിയ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ പത്രസമ്മേളനം നടത്തി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത്ര തീവ്രമാകുന്നത് എന്ന ചോദ്യം ചോദിക്കാനുള്ള ഒരു സ്വാഭാവികമായ റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. ആ ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ സന്ദീപ് വാര്യർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അതായത് ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ജില്ലാ അധ്യക്ഷനും അതുപോലെ തന്നെ യുവമോർച്ചയിൽ ഉണ്ടായിരുന്ന ഒരു യുവാവുമായി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നത്തിന്റെ പുറത്ത് യുവമോർച്ചയിൽ ഈ പ്രശാന്ത് ശിവനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നോക്കുക, ആ ആരോപണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചോളുക. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിയിൽ വരും. എനിക്കത് ധാരണയുണ്ട്. എൻ്റെ പക്കൽ അതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേരളം ഇനി കാണാൻ പോകുന്ന, അറിയാൻ പോകുന്ന വിവരങ്ങൾ ഇതിലുമൊക്കെ വളരെ ഞെട്ടിക്കുന്നതായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രശാന്ത് ശിവൻ വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പം അങ്ങ് തീർത്ത് കളയുമെന്ന മട്ടിൽ രംഗത്ത് വന്നിട്ട് ഒടുവിൽ സന്ദീപ് വാര്യരുടെ കയ്യിൽ നിന്ന് കനത്തൊരു പ്രഹരവും വാങ്ങിച്ച് തിരിച്ചു പോകുന്ന സാഹചര്യമാണോ എന്നാണ് എൻ്റെ സംശയം. എനിക്ക് പ്രശാന്ത് ശിവനോട് വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ അറിയ പോലുമില്ല. അദ്ദേഹത്തോട് വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ല, ഒരു ശത്രുതയുമില്ല. പക്ഷേ സന്ദീപ് വാര്യർ ഉന്നയിച്ച കാര്യങ്ങൾ അത് പുറത്തു വരാൻ പോകുന്നു, അത്തരം തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രശാന്ത് ശിവൻ പൊതുസമൂഹത്തിന് മുന്നിൽ നാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ഓഡിയോ ക്ലിപ്പുകളുടെ ബലത്തിൽ ഇത്രയധികം കടന്നാക്രമണങ്ങൾ നടത്തുമ്പോൾ തിരിച്ച് അതേ രീതിയിലുള്ള പണികൾ തിരിച്ചു വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ വലിയ പല സ്ഫോടനങ്ങളും ഇനി ഉണ്ടാകും. ഇത്തരം പല കഥകളും ഓഡിയോകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ പലർക്കുമെതിരെ പ്രചരിക്കാൻ സാധ്യതയുണ്ടാകും. കോൺഗ്രസിനെതിരെ നിന്ന പല നേതാക്കൾക്കെതിരെയും പലതും വഴിയെ വരുമെന്ന സൂചന തന്നെയാണ് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചില ആളുകൾ എനിക്കിന്ന് രാവിലെയും നൽകിയത്. എന്തായാലും കാത്തിരുന്നു കാണാം രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ടാക്രമിക്കുന്നവർ അധികം വൈകാതെ നിശബ്ദരാകേണ്ടി വരുന്ന കാലം വരുമോ എന്ന്.